ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് ഡേറ്റ്സ് വേണം. അത് കുതിർത്തി വെക്കാൻ പറ്റുന്ന ഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാത്തതാണെങ്കിൽ നമുക്ക് കുതിർത്താത്ത തന്നെ അതൊന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചെറിയൊരു ജാറിലേക്ക് ഇട്ടിട്ട് 1/2 കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നത്. അതായത് ഏകദേശം അതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ല പേസ്റ്റ് പോലെ അടിയുകയും ചെയ്യണം, കുറച്ച് അതിനകത്തേക്ക് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യണം. അങ്ങനെ വേണം അത് അടിച്ചെടുക്കാൻ. ഇതേപോലെ അടിച്ചെടുത്താലാണ് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് ചൈന ഗ്രാസ് ആണ് വേണ്ടത്. അത് കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് കുതിർത്താനായിട്ട് അതും കുതിർത്തിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. 1/3 കപ്പ് പാൽപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയുമാണ് വേണ്ടത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് കുറച്ച് പാലൊഴിച്ച് നമ്മളത് ഒന്ന് മിശ്രിതം ഏതായാലും 1/4 കപ്പോളം ഉണ്ട്, നമുക്കതൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് കലക്കിയിട്ട് നമുക്കതും ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് പാലാണ്. അതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാല്, അതായത് 3 പാക്കറ്റ് പാലാണ് ഞാൻ ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. ആ പാല് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, വീഡിയോസൊക്കെ കണ്ട അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസും എന്നെ എഴുതി അറിയിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ കൂട്ടാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നല്ലോണം ചേർത്തിട്ട് അതും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് പ്രധാനമായിട്ടുള്ളൊരു കൂട്ട്, അത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. അതും കൂടി ചേർത്താലാണ് ഇതിനകത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഡേറ്റ്സിൻ്റെ പുഡിങ്ങിന്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഇത് കുതിർത്തി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസാണ്. എനിക്ക് ആ വീഡിയോ ഇതിൽ മിസ്സായിപ്പോയി ചേർക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും പാത്രം നിറഞ്ഞത് കൊണ്ടിട്ട് ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ചൈന ഗ്രാസും കൂടി ഇട്ടപ്പോഴേക്കും ഒന്നും കൂടി നിറഞ്ഞ് നന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ മാറ്റി വെച്ച മിൽക്ക് പൗഡറും കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതും എല്ലാം നന്നായി ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതൊന്ന് കട്ടിയായി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താഴേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമ്മളിത് ഏത് ബൗളിലേക്കാണ് ഒഴിക്കുന്നത് ആ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കണം.
ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റായതിന് ശേഷം നമുക്ക് വേറെ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ചൂടാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഡേറ്റ്സിൻ്റെ സിറപ്പ് കൊണ്ട് തന്നെ ഇതേപോലെ ഡെക്കറേഷൻസ് ചെറിയൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ചെയ്യണത്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ്സിൻ്റെ കട്ടകൾ ഇടയിൽ കൂടി കയറിയിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടാണ് പിന്നെയും ഇത് ഡിസൈൻ ഇട്ടത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഡേറ്റ്സിൻ്റെ സിറപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ രുചി കിട്ടണത് ഇതിന്. എന്തായാലും തയ്യാറാക്കിയിട്ട് എനിക്ക് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൻ്റെ ഇടയിലൂടെ ചെറിയൊരു കൈ വന്നിട്ടുണ്ട് എൻ്റെ പേരക്കുട്ടീൻ്റെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.